കൂടുതൽ കുട്ടികൾ വെറുക്കുന്നതും അതുപോലെ തന്നെ പഠിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സബ്ജക്റ്റ് എന്തായാലും മാത്സ് തന്നെയാണ് അല്ലേ. എത്ര പഠിച്ചാലും പിറ്റേ ദിവസം എക്സാമിന് പോയി എഴുതുമ്പോൾ ഒരൊലക്കി അവിടെ എഴുതാൻ പറ്റാറില്ല മിക്ക സമയങ്ങളിലും. അതല്ലേ നിങ്ങളുടെ പ്രശ്നമായിട്ട് വരല്ലേ? അങ്ങനെയെങ്കിൽ 9ാം ക്ലാസ് ഇനി ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. 9ാം ക്ലാസ് ഇനി അടുത്തത് 10ാം ക്ലാസ് എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിലേക്കാണ് നമ്മൾ പടി കയറാൻ പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിന്റെ 1ാമത്തെ പടിയാണ്. അങ്ങോട്ട് കൂട്ടിക്കോട്ടോ, കൂട്ടിക്കോന്നല്ല, കറക്റ്റായിട്ട് സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ 9ാം ക്ലാസ് നിങ്ങൾ പഠിക്കണം, 9ാം ക്ലാസ്സിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ മാത്സ് എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ടോപ്പറായി മാറാം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയെങ്കിലടാ നമ്മളുടെ ക്ലാസ് 9 മാത്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഈ വെക്കേഷൻ മെയ് മാസമല്ലേ, ഈ ഏപ്രിൽ മാസം ഉണ്ട് അല്ലേ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ 2 മാസങ്ങളിൽ നിങ്ങൾക്ക് മാത്സിന്റെ ബേസിക്സ് അറിയാന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. മാത്സിന്റെ ബേസിക്സിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഫ്രാക്ഷൻസ്, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഡെസിമൽസ് വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യൽ, ഡിവൈഡ് ചെയ്യൽ, ആഡ് ചെയ്യൽ, സബ്ട്രാക്ട് ചെയ്യൽ അറിയാന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ ആഡ് ചെയ്യുക എങ്ങനെയാ, സബ്ട്രാക്ട് ചെയ്യുക എങ്ങനെയാണെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആൾജിബ്രയിൽ ബേസിക് ആയിട്ടുള്ള, അതായത് 2x + 3 = 5 ആണെങ്കിൽ എക്സ് എത്ര, അല്ലെങ്കിൽ എക്സ് പ്ലസ് 5 = 11 ആണെങ്കിൽ എക്സ് എത്ര, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായാൽ മാത്രം നിങ്ങൾ 9ാം ക്ലാസ്സിലെ മാത്സ് പഠിച്ചു തുടങ്ങാന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്നും അറിയാതെ വെറുതെ പോയിട്ട് മാത്സ് അങ്ങോട്ട് കുത്തിരുന്ന് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാൻ, ഒരൊലക്കി മനസ്സിലാവാൻ അവിടെ പോകുന്നില്ല. ഒന്നും നിങ്ങൾക്ക് തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഒരു അക്ഷരം പോലും അവിടെ മനസ്സിലാക്കാൻ പറ്റൂല. ബിക്കോസ് നിങ്ങൾക്ക് തുടങ്ങുന്നത് തന്നെ കുറച്ച് കട്ടി ചാപ്റ്ററും ആയിട്ടാണ്. 10ാം ക്ലാസ്സിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് 9ാം ക്ലാസ് എന്ന് പറയുന്നത്. 8, 9, 10 എടുത്തു വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് പഠിക്കാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് അത് 9ാം ക്ലാസ് തന്നെയാണ്. ഈ ഒരു 9ാം ക്ലാസ് ഒന്ന് കയറണമെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മക്കൾ ഇപ്പോഴേ ഈ ഒരു നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്, മാത്സിൻ്റെ ബേസിക്സ് അറിയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബേസിക്സ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ 1ാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് വേണ്ടി ചെയ്യേണ്ട 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും പറയുന്നത് മിസ്സേ ബേസിക്സ് ഞങ്ങൾക്ക് അറിയാം, എല്ലാ ബേസിക് കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം, ഇനി പക്ഷേ എന്നാലും എനിക്ക് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്താണ് പ്രശ്നങ്ങൾ? ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പല കുട്ടികളും മാത്സ് നിങ്ങൾ നോക്കുക പോലുമില്ല. നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചാൽ ഫിസിക്സിൽ എന്താണോ ചോദിച്ചത്, ഫിസിക്സിൽ എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചത് അത് തന്നെയാ പിറ്റേന്ന് എക്സാമിന് വരിക. കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ എന്താണോ നിങ്ങൾ പഠിച്ചത് അത് തന്നെയാ പിറ്റേന്ന് എക്സാമിന് വരിക. ബയോളജിയിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് വരിക. സോഷ്യൽ എന്താണോ പഠിച്ചത് ഭൂരിഭാഗവും അത് തന്നെയാണ് വരിക. പക്ഷേ മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ 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 അപൂർവമാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻസ് വരാന്ന് പറയുന്നത് 1, 2 എണ്ണം വന്നാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒറ്റൊന്നും വരാതിരിക്കാറാണ് പതിവ്. നമ്മൾ ഈ മാത്സ് എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് അതല്ല നിങ്ങൾക്ക് അവിടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമേ, കോൺസെപ്റ്റ് പഠിച്ചു മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ 9ാം ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു മാത്സിൽ നിന്നും കരകയറാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇനി ഈ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒഴിവാക്കി വിടുകയാണോ? എത്ര കാലം നിങ്ങൾ ഇവിടെ ഒളിച്ചു മാറും? എനിക്കറിയാം മിക്ക കുട്ടികളും 90% ഓഫ് കുട്ടികളും നിങ്ങൾ 8ാം ക്ലാസ് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി 9ാം ക്ലാസ് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. 9ാം ക്ലാസ്സും ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്. എത്ര കാലം നിങ്ങൾ മാത്സിനോട് ഒഴിഞ്ഞു മാറും? നിങ്ങൾ ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും 10ാം ക്ലാസ് എത്തിയിട്ട് നിങ്ങൾ കൊമേഴ്സ് സ്ട്രീം എടുത്തോട്ടെ, സയൻസ് സ്ട്രീം എടുത്തോട്ടെ, ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്താട്ടെ, ചെറിയ മാത്സ് വരാത്ത ഒരു സ്ട്രീമുകളും ഇല്ല, ഒറ്റ വിഷയങ്ങളും ഇല്ല. എല്ലായിടത്തും മാത്സ് ഉണ്ടടാ. ഇനി എത്ര നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും മാത്സ് ഉണ്ട്. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു മാത്സിനെ തറവായിട്ട് പഠിക്കാൻ പറ്റുമോ, എത്ര പെട്ടെന്ന് ആ മാത്സിനെ നിങ്ങൾക്ക് ഒന്ന് എടുക്കാൻ പറ്റുമോ, അപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. മാത്സ് അത്രയും ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളാണ് മുന്നോട്ട് പോകുന്ന സമയത്ത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസും ഉണ്ട്.
ആ സൊല്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോബ്ലംസിന്റെ ബാക്കിൽ ഓടേണ്ട ആവശ്യം വരില്ല. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ ബാക്കിലാണ്, ആ സൊല്യൂഷന്റെ ബാക്കിലാണ് ഓടേണ്ടത്. അല്ലാണ്ട് പ്രോബ്ലംസ് കണ്ടെത്തിയിട്ട് അയ്യോ എനിക്ക് ഇത് പറ്റൂല അതാക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഓടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും, എത്ര പഠിക്കാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ്, ഇതെനിക്ക് പ്രശ്നമാണ്, ഇതിക്ക് പ്രശ്നമാണ്, അങ്ങനെ നിങ്ങൾക്ക് കുറേ കുത്തുവാക്കുകളോ അല്ലെങ്കിൽ കുറേ നിങ്ങൾക്ക് പരാതികൾ കേൾക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഫസ്റ്റ് പ്രോബ്ലം ആയിരിക്കും മിക്ക കുട്ടികൾക്കും, മിസ്സേ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മാത്സ് എത്ര വായിച്ചു നോക്കിയിട്ടും എനിക്ക് സോഷ്യൽ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മാത്സ് മനസ്സിലാവുന്നില്ല പഠിച്ചിട്ടെന്ന്. ഈ മാത്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് നമ്മളുടെ പ്രാക്ടീസ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, റിവൈസ് ചെയ്ത് നോക്കുക. എത്ര പ്രാവശ്യം പറ്റുമോ നിങ്ങൾ പഠിക്കുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഒരിക്കലും ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, മാത്സ് ഞാനായിക്കോട്ടെ, ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, എന്നാലും എനിക്ക് പോലും മാത്സ് ഒരൊറ്റ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അത് രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം വായിക്കേണ്ടി വരും. രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം കൂടി വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു പാട്ട് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഇതെന്താ നമുക്കൊന്നും മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ആ വരികൾ നമ്മളുടെ മനസ്സിലേക്ക് കയറില്ല. അടുത്ത പ്രാവശ്യം ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ മൂളാൻ തുടങ്ങും, അതിൻ്റെ കൂടെ അങ്ങനെ മൂളി പോവും. അടുത്ത പ്രാവശ്യം അതിൻ്റെ പാട്ട് കേൾക്കുന്ന സമയത്ത് അത് നമ്മൾ കുറച്ച് അതിൻ്റെ കൂടെ പാടാൻ തുടങ്ങും. അടുത്ത പ്രാവശ്യം ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വരി വരുന്നതിന് മുന്നേ നമ്മൾ പാടും, അതിൻ്റെ വരികൾ വരുന്നതിന് മുന്നേ നമ്മൾ പാടി തുടങ്ങും. അതുപോലെ തന്നെയാണ് നമ്മളുടെ മാത്സ് എന്ന് പറയുന്നത്. മാത്സ് ഒറ്റ വായനയിൽ മനസ്സിലാവുന്നതല്ല മാത്സ്. നിങ്ങൾ എത്ര റിവൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വായനയിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്നുകൂടെ വായിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്നുകൂടെ വായിക്കേണ്ടി വരും, പിന്നെയും ഒന്നുകൂടെ വായിക്കേണ്ടി കുട്ടികൾ വരും. എത്ര പ്രാവശ്യം വായിച്ചിട്ടാണോ മനസ്സിലാവുന്നത് അത്രയും പ്രാവശ്യം റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. ഒരു മാർഗമല്ല, ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. അടുത്ത പ്രശ്നമായിരിക്കും മിസ്സേ മറന്നു പോകുന്നു എന്നുള്ളത്. മിസ്സേ എത്ര പഠിച്ചിട്ടും പിറ്റേന്ന് എക്സാമിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് അറിയൂല, ഞാൻ എന്താ അവിടെ കാണുന്നത് പോലും അറിയൂല. ഈ ഒരു ക്വസ്റ്റ്യനും ഞാൻ വായിച്ച സാധനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ മറന്നു പോകുന്നുണ്ട് മിസ്സേ എന്നുള്ളത്. ആ മറന്നു പോകുന്നതിനാണ് 20 മിനിറ്റ്സ് ഡെയിലി റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളോട് മറന്നു പോകും. ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് മറന്നു പോകും. എന്താണോ മറന്നു പോകുന്നത് ആ മറന്നു പോകുന്ന സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 20 മിനിറ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കുക. ഒരു 2 ദിവസം നിങ്ങൾ ആ മറന്നു പോകുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകില്ല. ഒരു 2 ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയടാ. നിങ്ങളിപ്പോൾ ഈ ഫ്രാക്ഷൻ്റെയോ ഡെസിമലിൻ്റെയോ നിങ്ങൾക്ക് സാധനങ്ങൾ കുറച്ചെണ്ണം അറിയാത്തതുണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. ഞാൻ ബേസിക്സ് ആ ബേസിക്സിൽ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് ബേസിക്സ് ആ എന്താണോ നിങ്ങൾക്ക് അറിയാത്തത് ആ ഭാഗം ഒന്നെടുത്തിട്ട് നിങ്ങൾ ഒന്നാമത്തെ ദിവസം ചെയ്ത് നോക്കുക. 20 മിനിറ്റ് വേറൊരു ദിവസം, അടുത്ത ദിവസം 20 മിനിറ്റ് പിന്നെയും അങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അടുത്ത 20 മിനിറ്റ് പിന്നെയും ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകുന്നില്ല. പിന്നെ അടുത്ത പ്രശ്നമായിരിക്കും സില്ലി മിസ്റ്റേക്സ്. അതായത് അവസാനത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യും, തെറ്റിപ്പോവും. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മറന്നൊന്നും പോയിട്ടില്ല, ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് മിസ്സേ, പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു, അവസാനം സില്ലി മിസ്റ്റേക്സ് പറ്റുന്നു. കൂട്ടണം കുറയ്ക്കണമായി പോകുന്നു, അങ്ങനത്തെ സില്ലി മിസ്റ്റേക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ പ്രാവശ്യം മാത്സ് ഓരോ പ്രോബ്ലംസും ചെയ്ത് നോക്കുന്ന സമയത്ത് എവിടെയാണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് അത് നിങ്ങളൊരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ റൂമിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ച് വെക്കുക. റൂമില്ലെങ്കിൽ ഞാനൊക്കെ ഡൈനിങ് ഹാളിൽ നിന്ന് പഠിക്കല്. നിങ്ങൾ എവിടുന്നാണോ പഠിക്കുന്നത് ആ സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ച് വെക്കുക. അത് ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് എല്ലാ ദിവസവും അതിലേക്ക് നോക്കി നോക്ക്. അതിലേക്കൊരു 3 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് നോക്കിയാൽ ആ മിസ്റ്റേക്ക് പിന്നെ മരിച്ചാലും നിങ്ങൾ മറക്കില്ല, ആ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തില്ല. അപ്പോൾ നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്ക് പറ്റുന്നത് അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. അതാണ് ഇതിൻ്റെ മാർഗം. അപ്പോൾ എന്ത് പ്രോബ്ലംസ് എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിലും, ഏത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഇപ്പോഴും കുറേ കുട്ടികൾക്ക് ചോദ്യചിഹ്നമാണ്. അതായത് ഇപ്പോഴും കുട്ടികൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മിസ്സേ ഞങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ എക്സാം ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, എക്സാമിന് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എക്സാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു. എന്താടാ ഇതിനുള്ള മാർഗം? എക്സാം തിരിച്ചു പിടിക്കാൻ, എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള മാർഗം എന്താണ്? ഞാൻ പറഞ്ഞുതരാം.
അത് ഞങ്ങളുടെ സൂപ്പർ ബാച്ച് തന്നെയാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ഞങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും ഓരോ യൂണിറ്റ് വൈസ് എക്സാം നടക്കുന്നുണ്ട്. അത് MCQ ടൈപ്പ് എക്സാം ഉണ്ട്. അതായത് നമ്മളുടെ മാത്സ് ഈ ഒരു ABCD ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതിൽ ഏതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ട്. 2 എക്സാം ആയില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓരോ ഓൺ എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും അതുപോലെ ആനുവൽ എക്സാമിൻ്റെയും മുന്നേ നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത്, നിങ്ങളുടെ പാറ്റേൺ എന്താണോ, നിങ്ങളുടെ ടഫ്നെസ് എത്രത്തോളം വരുമോ ആ ഒരു ടഫ്നെസ്സിൽ അതേ പാറ്റേണിൽ ഞങ്ങളൊരു എക്സാം നടത്തും. എന്നിട്ടേ ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ എക്സാം എഴുതാൻ വിടാറുള്ളൂ. അപ്പൊ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് ടഫായിട്ടാണ് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, പുതിയ പാറ്റേണിനനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോര്, ഞങ്ങൾ പഠിപ്പിച്ചുതരാം. എക്സാം എഴുതി ഞങ്ങൾ പഠിപ്പിച്ചുതരാം, എക്സാം എഴുതിപ്പിച്ച് ഞങ്ങൾ പഠിപ്പിച്ചുതരും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലടാ. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരിടാനുള്ള പരുവത്തിൽ ഞങ്ങളാക്കി തരും. അത് ഞങ്ങളുടെ ഉറപ്പാ. 8ാം ക്ലാസ്സിൽ ഞങ്ങളെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. 8ാം ക്ലാസ്സിൽ ഞങ്ങളെ കൂടെ പഠിച്ച കുട്ടികൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ഇനി നിങ്ങളുടെ താത്തമാരോ കാക്കമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ നിങ്ങളുടെ സീനിയേഴ്സോ ഇവിടെ പഠിച്ചവരോ 9ാം ക്ലാസ്സിൽ പഠിച്ചവരുണ്ടെങ്കിൽ ചോദിച്ചു പോര്. നിങ്ങൾക്ക് അത്രയും ഞങ്ങളുടെ വിശ്വാസമുണ്ട്. ഞങ്ങളെ മേലും ഞങ്ങളുടെ ഫാക്കൽറ്റീസിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഞാനൊരു ഉറപ്പ് തരാണ്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇനി ബേസിക്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കേണ്ട, ഞങ്ങൾ പഠിപ്പിച്ചുതരും ബേസിക്സ്. ഞങ്ങളെ ബാച്ചിലെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചുതരും ബേസിക്സ്. ഞങ്ങൾ ക്ലാസ് എടുത്ത് നിങ്ങളെ പഠിപ്പിച്ചുതരും. ഡോണ്ട് വെറി, ഒന്ന് ഇങ്ങോട്ട് പോന്നാൽ മാത്രം മതി. ഇപ്പം വരുന്ന കുട്ടികൾക്ക് 4199 ബാച്ച് കൊടുക്കുന്നത്. ഇനി ചില കുട്ടികളുടെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, മിസ്സേ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചും ബൂസ്റ്റർ ബാച്ചും ഒക്കെ അപ്പോൾ പിന്നെ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരുമെന്ന്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചും ബൂസ്റ്റർ ബാച്ചിൻ്റെ ഒക്കെ ആക്സസ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരൊറ്റ 1 ടൈം പർച്ചേസ് മാത്രം മതി. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ 9ാം ക്ലാസ് എന്ന് പറയുന്ന ലോകത്തെ രാജാവ് അല്ലെങ്കിൽ റാണി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ നിങ്ങൾ മാത്രമായിരിക്കും ഇനി. അതെൻ്റെ ഉറപ്പാണ്. നിങ്ങളാരും ഇനി നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള എൻ്റെ ഉറപ്പാണ്. ഇപ്പം തന്നെ എമൗണ്ട് അടയ്ക്കണമെന്നൊന്നുമില്ല, എമൗണ്ട് അടച്ച് ഇപ്പം തന്നെ ഇവിടെ വരണം എന്നല്ല മിസ് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്തോ, കമൻറ്റ് ബോക്സിൻ്റെ ചെറിയ ആ ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ വലിയൊരു തെറ്റാണ് എൻ്റെ മക്കൾ ചെയ്യുന്നത്. ഈ ഒരു ഓഫർ ലോക്ക് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, ഞങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അല്ലാത്ത കുട്ടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. ഞങ്ങളെ മാത്സ് ടീമിനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സും പേരും അതുപോലെ നിങ്ങളുടെ നമ്പറും അടിച്ചു കൊടുത്താൽ രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു ഓഫർ രജിസ്റ്റർ ചെയ്ത് ഈ ഓഫർ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ബാക്കിയൊക്കെ ഞങ്ങളേറ്റു. ഡോണ്ട് വറി.